എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗാന്ധിജി ഏത് രാജ്യത്താണ് തൻ്റെ നിയമപഠനം പൂർത്തിയാക്കിയത്? ഉത്തരം ഇംഗ്ലണ്ട്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏത്? ഉത്തരം 1948. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശാന്തിവനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഏതാണ്? ഉത്തരം ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാർ? ഉത്തരം ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം? ഉത്തരം സബർമതി. നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ? ഉത്തരം റിച്ചാർഡ് ആറ്റംബറോ. 1938 നെഹ്റു ആരംഭിച്ച പത്രം? ഉത്തരം നാഷണൽ ഹെറാൾഡ്. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ബാബ ആംതെ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റെജിമെൻറ്റിന് നേതൃത്വം വഹിച്ചത്? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം? ഉത്തരം ന്യൂഡൽഹി. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം അബ്ബാസ് തിയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിൻ്റെ പേരെന്ത്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്. ആകാശമിഠായി എന്നത് ആരുടെ സ്മാരകത്തിൻ്റെ പേരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 1909 നവംബറിൽ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള
കപ്പൽ യാത്രയ്ക്കിടെ ഗാന്ധിജി പൂർത്തീകരിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹിന്ദ് സ്വരാജ്. ദി ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം ആര്? ഉത്തരം ഡീഗോ മറഡോണ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഠാക്കൂർ ദാസ് ഭാർവി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഉത്തരം USA. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 26. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം BR ഗവായ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. 2025 IPL ജേതാക്കളായ ടീം? ഉത്തരം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. ദേശ് നായിക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അണക്കെട്ടുകളെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ആമുഖം. നോട്ട ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രമേത്? ഉത്തരം ദി ഇൻഡിപെൻഡന്റ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്ത വാക്ക് ഏത്? ഉത്തരം ഹേ റാം. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചതാര്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഉത്തരം അനുച്ഛേദം 21. നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആണ് സ്ഥാപിതമായത്? ഉത്തരം 6ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ
ക്യാപ്റ്റനായ ആദ്യ മലയാളി ആര്? ഉത്തരം പി ആർ ശ്രീജേഷ്.